ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദർശന. അപ്പോൾ ഞാനിത് പട്ടാമ്പി പോകാൻ റെഡി ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ വണ്ടിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. സ്വതവേ ഞങ്ങൾ ബസ്സിനാണ് പോക്ക്. അപ്പം ഞങ്ങളിന്ന് വണ്ടിയുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത്. പിന്നെ പട്ടാമ്പി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കട്ടെ. ഈ പാലും ഈ പട്ടാമ്പി ഗുരുവായൂരും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പട്ടാമ്പി ഈ ഭാഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പോകാനുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അനിയൻ്റെ ഒരു NRI അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും അതൊക്കെ കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞു. അത് പ്രിൻ്റ് എടുക്കാനൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ബട്ടർഫ്ലൈ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ മേടിച്ചു, ബാങ്കിലൊക്കെ കൊടുത്ത്. എന്നിട്ട് അവർ പാസ്ബുക്കും ATM കാർഡും ഒക്കെ തന്നു കേട്ടോ. പിന്നെ അവർ ചെക്ക് വന്നിട്ടില്ല, അപ്പോൾ അതിന് പിന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ സ്വതവേ ഞങ്ങൾ ഇവിടെ നക്ഷത്രയിൽ നിന്നാണ് കഴിക്കാറ്. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അവിടെ കയറി നമ്മളൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് നല്ലോണം ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ അത് കുടിച്ചും കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അനിയത്തിക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് വേണ്ട, അവൾക്ക് ഫുഡ് മാത്രം മതി എന്ന് പറഞ്ഞു. മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിറയെ കുരുക്കളുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീ ചമച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മന്തി വന്ന് നമുക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. ഞങ്ങൾ കുറേ ഫുഡ് ഓർഡർ ചെയ്യും, എന്നിട്ട് അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിച്ചിട്ട് ഇനി എന്ത് ചെയ്യും, ഇത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടിരിക്കും. കാരണം ഓർഡർ ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയും, അയ്യോ നമുക്ക് അത്ര വേണ്ടായിരുന്നു അല്ലേ, എന്നാൽ അവരുടെ അടുത്ത് പോയിട്ട് പറയാനുള്ള ഒരു അങ്ങനെ പോയി പറയാനുള്ളൊരു മടി കൊണ്ട് അത് പറയുകയും ചെയ്യില്ല. പിന്നെ ബാക്കി പൊതിഞ്ഞ് കെട്ടി എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഞങ്ങളിരുന്ന് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നല്ല ചൂടുണ്ടായിട്ട് അതാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോയിച്ച് കുറേ സിനിമ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോളിവുഡ് ടൈംസ് എന്നുള്ള മൂവിക്കാണ് ഞങ്ങൾ പോയത്. പോയപ്പോൾ ഞാനും അവൾ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ കേട്ടോ, വേറെ ആരുമില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തിയേറ്റർ കാണുന്നത്, ഒരാളും ഇല്ലാതെ ഞങ്ങൾ മാത്രം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ലേനാവോ, നമുക്ക് വേണ്ടിയിട്ട് സിനിമ അവരിട്ട് തരുമോ എന്നൊക്കെ വിചാരിച്ചു. നമുക്ക് തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. ഒരു 15-20 പേരൊക്കെ മൊത്തം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പടം എനിക്കിഷ്ടമായില്ല. അവൾ പറഞ്ഞു പിന്നെയും കുഴപ്പമില്ലയെന്ന്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഒരു ബോറായിട്ടാണ് തോന്നിയത്. എനിക്ക് തീരെ ഇഷ്ടമായില്ലേ ഈ സിനിമ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നത്. എൻ്റെ ഷോൾഡറിന് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു. അങ്ങനെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്.